ഓരോ ചാപ്റ്ററും ഏത് ലെവലിൽ പഠിക്കണം. ഇപ്പോൾ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് ഏത് ലെവലിൽ പഠിക്കണം, 1 ഡയമെൻഷൻ 2 ഡയമെൻഷൻ ഏത് ലെവലിൽ പഠിക്കണം, എത്രത്തോളം ഡെപ്തിൽ പഠിക്കണം. അതുപോലെ മാത്തമാറ്റിക്സിലേക്ക് വരികയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ എല്ലാവർക്കും ഡിഫിക്കൽട്ടായിട്ടുള്ള ചാപ്റ്ററാണ് ഫോർ എക്സാമ്പിൾ ട്രിഗ്നോമെട്രി. ആ ട്രിഗ്നോമെട്രിയിലെ കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഫോർമുലകൾ എങ്ങനെ പഠിക്കണം, ഏതെല്ലാം ഫോർമുലകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം, ഏതെല്ലാം വാല്യൂസ് ഫോർ എക്സാമ്പിൾ സൈൻ 15, സൈൻ 36, സൈൻ 18 ഇങ്ങനെയൊക്കെയുള്ള വാല്യൂസ് പലരും പഠിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾ പഠിക്കാത്ത കുറേ കാര്യങ്ങൾ അത് നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിപ്പിക്കും. Now let us go to let us see next question. Let us come to next question. See this question is also a similar question. അപ്പോൾ നോക്കി ഇവിടെ if the value of 3 cos 36 plus 5 sin 18 divided by 5 cos 36 minus 3 sin 18 is of the form a root 5 minus b by c. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഈ ഫോമിൽ കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ വാല്യൂ വേർ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, GCD ഓഫ് എ ആൻഡ് സി ഇസ് 1. GCD ഓഫ് എ ആൻഡ് സി 1 എന്ന് പറഞ്ഞാൽ നോ കോമൺ ഫാക്ടർ എന്നാണ്. GCD 1 ആണെന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? നോ കോമൺ ഫാക്ടർ. നോ കോമൺ ഫാക്ടർ. ആ രണ്ട് നമ്പേഴ്സ് ഫോർ എക്സാമ്പിൾ 10 and 4 ഇതിൻ്റെ GCD 1 അല്ല. ഇതിനെ നമ്മൾ 2 കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 5 and 2 വരും. 2 കട്ട് ചെയ്യുക ഡിവൈഡിങ് ബൈ 2 ബിക്കോസ് 2 കോമൺ ആണ് അവിടെ. അപ്പോൾ 2 കോമൺ വരുമ്പോൾ GCD 2 ആയിരിക്കും. GCD 1 എന്ന് പറഞ്ഞാൽ 1 അല്ലാതെ വേറെ ഒരു കോമൺ ഫാക്ടറും ഇല്ലാന്ന്. ദാറ്റ് മീൻസ് അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരാണ് ലോവസ്റ്റ് ടേംസ് ഇൻ ദ ലോവസ്റ്റ് ഫോം. അങ്ങനെയും പറയും, ലോവസ്റ്റ് ഫോം എന്ന് പറയും. അത്രേ ഉള്ളൂ. GCD 1 എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കോമൺ ഫാക്ടർ ഇല്ല എന്നർത്ഥം. 1 അല്ലാതെ വേറെ കോമൺ ഫാക്ടർ ഇല്ല. വേർ ABC ആർ നാച്ചുറൽ നമ്പേഴ്സ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ABC ആർ നാച്ചുറൽ നമ്പേഴ്സ്. ഇപ്പോൾ നെഗറ്റീവ് ആവാൻ പാടില്ല, ഫ്രാക്ഷൻ ആവാൻ പാടില്ല. ഓക്കെ, നെഗറ്റീവ് ഇൻറ്റീജർ വരാൻ പാടില്ല, അല്ലെങ്കിൽ നെഗറ്റീവ് ഫ്രാക്ഷൻസ് വരാൻ പാടില്ല, പോസിറ്റീവ് ഫ്രാക്ഷൻസ് വരാൻ പാടില്ല. ഓൺലി നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 4 5 ഇതിനകത്ത് ഏതെങ്കിലും എക്സെട്ര അതിനകത്ത് ഏതെങ്കിലും ഒക്കെ ആയിരിക്കും. ഓക്കെ, സോ ഫൈനലി വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് a plus b plus c. ഇപ്പോൾ ABC കണ്ടുപിടിച്ചിട്ട് a plus b plus c നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, നൗ ലെറ്റ് us see. നമുക്കറിയാം സൈൻ 18ൻ്റെ വാല്യൂ നമുക്കറിയാം. വാട്ട് ഈസ് സൈൻ 18 ഈക്വൽ ടു √5 മൈനസ് 1/4. And what is cos 36? Cos 36 equal to √5 plus 1/4. നമ്മൾ നേരത്തെ പറഞ്ഞു സൈൻ 18ഉം cos 36 ഏതാണ്ട് ഒരുപോലെയാണ്. ഒന്ന് മൈനസ് ആയിരിക്കും, ഒന്ന് ഇടയ്ക്ക് മൈനസ് ആയിരിക്കും, ഒന്ന് ഇടയ്ക്ക് പ്ലസ് ആയിരിക്കും. അതിന് കോസിന് പ്ലസ് ആയിരിക്കും, സൈനിന് മൈനസ് ആയിരിക്കും എന്ന് ഓർത്ത് വയ്ക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, സൈൻ വരുമ്പോൾ മൈനസ് ആയിരിക്കും, കോസ് വരുമ്പോൾ ഇടയ്ക്ക് മൈനസ് ആയിരിക്കും, കോസ് വരുമ്പോൾ പ്ലസ് ആയിരിക്കും ഇടയ്ക്ക്. അത് മനസ്സിലാക്കി വയ്ക്കുക. നൗ let us go to this question. 3 cos 36 ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതാണ് 3 cos 36. അപ്പോൾ ആ വാല്യൂ അവിടെ കൊടുക്കുക. 3 into what is cos 36? √5 plus 1/4 plus 5 into what is sin 18? √5 minus 1/4 divided by 5 into cos 36 √5 plus 1/4 minus 3 into sin 18 √5 minus 1/4. ആക്ച്വലി ഈ വാല്യൂസ് അറിഞ്ഞാൽ സൈൻ 18ൻ്റെ കോസ് 36ൻ്റെ വാല്യൂ അറിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്. പിന്നെ നിങ്ങൾ എത്ര ഫാസ്റ്റായിട്ട് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും, എത്ര പ്രാവശ്യം നിങ്ങൾ ചെയ്ത് പഠിക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾ ഫാസ്റ്റ് ആവും. ഓക്കെ, സോ നമുക്കിവിടെ എല്ലായിടത്തും ഒരു കോമൺ ഫാക്ടർ നമുക്കിവിടെ ഉണ്ടല്ലോ. എല്ലായിടത്തും ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. 4 കോമൺ ഫാക്ടർ എല്ലായിടവും കട്ടായിപ്പോയി. ബാക്കി നിങ്ങൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 3√5 plus 3 plus 5√5 minus 5 divided by 5√5 plus 5 minus 3√5 plus 3. 3√5 plus 3 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോണം. മൈനസ് കൊടുക്കുമ്പോൾ ഇവിടെ ഈ മൈനസ് പ്ലസ് ആകും. ചിലർക്ക് അവിടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവിടെ നിങ്ങൾ അറിയാതെ മൈനസ് എഴുതി പോവും. അത് ശ്രദ്ധിച്ചോണം. സോ 3√5 plus 5√5 is 8√5 plus 3 minus 5 is -2 divided by 5√5 minus 3√5 is 2√5
plus 5 plus 3 is 8. 5 plus 3 is 8. Now, ഇവിടെ നമുക്ക് എല്ലാവരും ഒരു 2 പുറത്തെടുത്ത് കട്ട് ചെയ്യാം. താഴെ മുകളിലും എല്ലാ ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പോൾ 2 പുറത്തെടുത്ത് കട്ട് ചെയ്യുമ്പോൾ 4√5 minus 1 divided by √5 plus 4. √5 plus 4. ഇനി ഇവിടെ നോക്കി, ഇവിടെ സി ആണ് വരേണ്ടത്. അതായത് ഇതൊരു നാച്ചുറൽ നമ്പറാണ്. ദിസ് ഈസ് എ നാച്ചുറൽ നമ്പർ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് √5 minus 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. √5 minus 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. √5 minus 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ let us move. Okay. Now see. So what do you get? 4√5 into √5. That is 4 into 5. 20. 4√5 into √5. √5 into √5 is 5. 4 into 5 is 20. Minus 4√5 into 4. 16√5. Minus 1 into √5. Minus √5. Minus 1 into minus 4. Plus 4. Divided by √5 plus 4 into √5 minus 4. This is of the form a plus b into a minus b. That is a square minus b square. So that is 5 minus 16. 4 square 16. √5 into square 5 ആണ്. 5 minus 16. അപ്പോൾ denominator will become minus 11. Numerator is 20 plus 4 24 minus 16√5 minus √5. That is 17√5. 17√5. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു കാര്യം നോക്കിക്കോണം. ഇവിടെ this is equal to, see ഇവിടെ പറഞ്ഞിരിക്കുന്നത് √5 a√5 മൈനസ് ബി എന്നാണ് അല്ലേ. ഇവിടെ a√5 ആണ് ആദ്യം, മൈനസ് ബി ആണ്. തന്നെയല്ല ഇതൊരു നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ ഇത് നെഗറ്റീവ് വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഒരു മൈനസ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ലൈക്ക് ദിസ്. ഇവിടെ മൈനസ് കട്ട് ചെയ്യുമ്പോൾ 17√5 മൈനസ് 24/11 വരും. ഇതാണ് നമ്മൾ പറഞ്ഞ a√5. അവർ തന്നിരിക്കുന്ന a√5 മൈനസ് b ബൈ സി എന്ന് പറയും. കാരണം ഇവിടുന്ന് ഒരു മൈനസ് കട്ട് ചെയ്ത് താഴെ മുകളിൽ മൈനസ് കട്ട് ചെയ്യുമ്പോൾ തിരിഞ്ഞു വരും. 17√5 മൈനസ് 20 അല്ലേ. അപ്പോൾ ഇവിടെ a is equal to what? a is equal to 17, b is equal to what? 24 and c equal to 11. എല്ലാം നാച്ചുറൽ നമ്പേഴ്സാണ്. So what is a plus b plus c equal to? a plus b plus c equal to 17 plus 24 plus 11. That is 35 plus 7, 35, 42, 52. This is the final answer. 52 is the final answer, and they have given option A is the answer to this question. Option A, 52. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്. നിങ്ങൾ കുറച്ച് ഫോർമുലകൾ മാത്രം, കുറച്ച് ഫോർമുലകളും കുറച്ച് വാല്യൂസും 18, 36, പിന്നെ 54. ഓക്കെ, 36ൻ്റെ പഠിച്ചാൽ 54ൻ്റെ കിട്ടും, 18ൻ്റെ പഠിച്ചാൽ 72ൻ്റെ കിട്ടും, ബിക്കോസ് കോംപ്ലിമെൻ്ററി ആംഗിൾസ് ആണ്. പിന്നെ sin 15, അത്രയും വാല്യൂസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്താൽ മതി. ചെയ്ത് കഴിഞ്ഞാൽ ട്രിഗ്നോമെട്രി, പിന്നെ ബാക്കിയുള്ള കുറച്ച് ഫോർമുലകളുണ്ടാവും, കുറച്ച് എക്സ്ട്രാ ഫോർമുലകൾ ഉണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ NCERT പഠിക്കാത്ത കുറച്ച് ഫോർമുലകൾ, നമുക്ക് പെട്ടെന്ന് പ്രോബ്ലംസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഫോർമുലകൾ അത് നിങ്ങൾ പഠിക്കണം. അത് നമ്മുടെ ക്ലാസ്സുകളിൽ അത് പഠിപ്പിക്കും. ഓക്കെ, പഠിപ്പിച്ച് നിങ്ങൾക്ക് എത്ര പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ഹലോ മക്കളെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ദാറ്റ് ഈസ് the value of 36 into 4 cos square 9 minus 1 into 4 cos square 27 minus 1 into 4 cos square 81 minus 1 into ഇവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്, 4 cos square 243 minus 1. ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പ്രയാസമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നും. കാരണം നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ടൈപ്പിൽ വരുന്ന ക്വസ്റ്റ്യൻ അല്ല. ഓക്കെ, 4 cos square theta cos square theta minus 1 ആണെങ്കിൽ നമുക്ക് മൈനസ് sin square theta എന്ന് എഴുതാം. 1 minus cos square is sin square. പക്ഷേ ഇതങ്ങനെയല്ല, 4 cos square theta. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഫോർമുലയായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഫോർമുലയായിരിക്കും, ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈ 4 cos square theta minus 1 എന്ന് പറഞ്ഞാൽ sin 3 theta by sin theta ആണ്. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരു ഫോർമുലയാണ്.
അതാണ് ഇങ്ങനെയുള്ള ഫോർമുലകൾ നിങ്ങൾ പഠിക്കാത്ത കുറേ ഫോർമുലകളാണ്. ഇത് സൈൻ 3 തീറ്റയൊക്കെ നിങ്ങൾക്കറിയാം, പക്ഷേ ഈ സാധനം അറിയത്തില്ല. അവിടെയാണ് നിങ്ങളുടെ ഇൻ്റലിജൻസ്, നിങ്ങളുടെ സ്കില്ലിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ 1 - 4 സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് cos 3 തീറ്റ ബൈ cos തീറ്റ ആയിരിക്കും. ആയിരിക്കും. ഇത് നമുക്ക് ഞാൻ ഒരെണ്ണം ഡെറിവ് ചെയ്ത് കാണിച്ചു തരാം. അതായത് സൈൻ 3 തീറ്റ ഈക്വൽ ടു വാട്ട്? നിങ്ങൾക്കറിയാം 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ എന്നാണ്. സൈൻ 3 തീറ്റ ഈക്വൽ ടു 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ ആണ്. ഇവിടെ നമുക്ക് സൈൻ തീറ്റ പുറത്തെടുത്താൽ 3 - 4 സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. അപ്പോൾ സൈൻ 3 തീറ്റ ബൈ സൈൻ തീറ്റ, ഈ സൈൻ തീറ്റ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ എന്ത് വരും? 3 - 4 സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. ഈ 3 - 4 സൈൻ സ്ക്വയറിനെ നമുക്ക് സൈൻ സ്ക്വയറിനെ 1 - cos സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ എന്താ വരിക? 3 - 4 + 4 cos സ്ക്വയർ തീറ്റ എന്ന് വരും. ദറ്റ് ഈസ് ഈക്വൽ ടു 4 cos സ്ക്വയർ തീറ്റ മൈനസ് 1. മനസ്സിലായി? അപ്പോൾ സൈൻ 3 തീറ്റ ബൈ സൈൻ തീറ്റ എന്താണ്? 4 cos സ്ക്വയർ തീറ്റ മൈനസ് 1. ഇത് ബൈഹാർട്ട് ചെയ്യണം. അത് ബൈഹാർട്ട് ചെയ്തിട്ടുള്ള കുട്ടിക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ ടൈപ്പ് നമ്മൾ കണ്ടിരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ cos 3 തീറ്റ ബൈ cos തീറ്റ എന്ന് പറയാൻ 1 - 4 സൈൻ സ്ക്വയർ തീറ്റ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, സൈൻ വരുമ്പോൾ cos സ്ക്വയർ ആയിരിക്കും, കോസ് വരുമ്പോൾ സൈൻ സ്ക്വയർ ആയിരിക്കും. ഇത് 4 cos സ്ക്വയർ മൈനസ് 1, ഇത് 1 - 4 cos സൈൻ സ്ക്വയർ. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള ഫോർമുലകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഈസി ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ തീറ്റയ്ക്ക് വരെ എന്തൊക്കെ കൊടുക്കണം? 9 ഉണ്ട്, 27 ഉണ്ട്, പിന്നെന്താ ഉള്ളത്? 81 ഉണ്ട്, പിന്നെ ഇവിടെ 243 കൂടെ ഉണ്ട്. ഈ വാല്യൂസ് കൊടുത്താൽ മതി, ഇവിടെ കൊടുത്താൽ മതി സൈൻ 3 തീറ്റ ബൈ സൈൻ തീറ്റ. കാരണം 4 cos സ്ക്വയർ തീറ്റ മൈനസ് 1 ഈസ് ഈക്വൽ ടു വാട്ട്? സൈൻ 3 തീറ്റ ബൈ സൈൻ തീറ്റ. അപ്പോൾ ഇവിടെ എന്ത് വരും? 36 ഇൻറ്റു സൈൻ 3 തീറ്റ 3 × 9 27 ബൈ സൈൻ 9. അടുത്തത് സൈൻ അല്ലേ? അടുത്തത് എന്താ? സൈൻ 3 തീറ്റ. അടുത്ത 27 കൊടുക്കുക. 3 × 27 81 ബൈ സൈൻ 27 ഇൻറ്റു അടുത്തത് 81 × 3 എത്ര ആണ്? സൈൻ 243 ബൈ സൈൻ 81 ഇൻറ്റു ഇവിടെ 243 × 3 729 വരും അല്ലേ? 243 × 3 എത്ര? 729 സൈൻ 729 ഡിവൈഡ് ബൈ സൈൻ 243. സി വളരെ എളുപ്പമാണ്. ആ ഫോർമുല അറിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇത് കട്ട് ചെയ്യാൻ പറ്റും. ദിസ് വി ക്യാൻ ക്യാൻസൽ. ലെറ്റ് us cancel this. സൈൻ 27 ക്യാൻസൽ ആവും, സൈൻ 81 ക്യാൻസൽ ആവും, സൈൻ 243 ക്യാൻസൽ ആവും. ബാക്കി വരുന്നത് 36 ഇൻറ്റു, ഓക്കെ, ലെറ്റ് us മൂവ് ഇറ്റ് ഓർ ലെറ്റ് us, സോ ദാറ്റ് ഈസ് 36 ഇൻറ്റു എന്ത് കിട്ടി? ബാക്കി എന്ത് വന്നു? സൈൻ 729. ഈ 729 എന്ന് പറഞ്ഞാൽ 720 + 9 ആണ് അല്ലേ? 720 എന്ന് പറഞ്ഞാൽ 360യുടെ മൾട്ടിപ്പിൾ ആണ്. 360യുടെ മൾട്ടിപ്പിൾ വന്നാൽ അതങ്ങ് കളയാം, 360യുടെ മൾട്ടിപ്പിളും കളയാം. ബാക്കി എന്ത് വരും? സൈൻ 9 എന്ന് മാത്രം എഴുതിയാൽ മതി. ഡിവൈഡ് ബൈ ഇവിടെ ഒരു സൈൻ 9 ഉണ്ട്, ഇവിടെ ഒരു സൈൻ 729. 729 എന്ന് പറഞ്ഞാൽ 720 + 9 ആണ്. 720 കളഞ്ഞേക്കുക, കാരണം നമുക്ക് 360യുടെ മൾട്ടിപ്പിൾസ് എല്ലാം കളയാം. ബാക്കി എന്ത് വരും? സൈൻ 9. സൈൻ 9 കളഞ്ഞു. ബാക്കി ആൻസർ ഈസ് വാട്ട്? 36 ഈസ് ദി ആൻസർ. സോ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഈസ് 36. ഓക്കെ, ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ ട്രിഗ്നോമെട്രി പഠിക്കുമ്പോൾ ട്രിഗ്നോമെട്രിക്ക് ഒരു പർട്ടിക്കുലർ മെത്തേഡുണ്ട്, ഓരോ ചാപ്റ്ററിനും ഓരോ മെത്തേഡുണ്ട്. ട്രിഗ്നോമെട്രി പഠിക്കുമ്പോൾ അതിൽ ഫോർമുലകളും നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങൾ പഠിക്കാത്ത കുറേ ഫോർമുലകൾ, ഇങ്ങനെയുള്ള ഫോർമുലകൾ ബൈഹാർട്ട് ചെയ്ത് വയ്ക്കുക. ഇനി കുറേ ഫോർമുലകളുണ്ട്, നമുക്ക് എല്ലാം കൂടി ഇപ്പോൾ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഈ മെത്തേഡിൽ ഓക്കെ കുറേ വാല്യൂസ് നമ്മൾ ബൈഹാർട്ട് ചെയ്തിരിക്കണം. സൈൻ 18, സൈൻ 36, ഓക്കെ, സൈൻ 54, സൈൻ 15, അതുപോലെ ടാൻ 22.5, അങ്ങനെയുള്ള വാല്യൂസ് നമ്മൾ ബൈഹാർട്ട്, കുറച്ചെണ്ണം മാത്രം ബൈഹാർട്ട് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി ഡു പ്രോബ്ലംസ് ഇൻ ട്രിഗ്നോമെട്രി. ഓക്കെ, സോ ലെറ്റ് us consider another question. Cos pi by 2 square into cos pi by 2 cube into cos pi by 2 raised to 4 into etc. cos pi by 2 raised to 10. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ.
ഇൻറ്റു സൈൻ. ഇത് ഇത്രയും കോസാണ്. അതിൻ്റെ കൂടെ ഒരു സൈൻ പൈ ബൈ 2/10 വരും. അത്രയും കോസാണ്, അതിൻ്റെ കൂടെ സൈൻ പൈ ബൈ 2/10 വരും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഫോർമുല ഇതാണ്. കോസ് തീറ്റ ഇൻറ്റു കോസ് 2 തീറ്റ ഇൻറ്റു കോസ് 4 തീറ്റ ഇൻറ്റു എക്സെട്ര കോസ് 2n-1 തീറ്റ, അല്ലെങ്കിൽ n ടൈംസ് എന്ന് പറഞ്ഞാലും മതി. n ടൈംസ് is equal to formula is value is sin 2n theta by 2n sin theta. ഈ ഫോർമുല ബൈ ഹാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഈ ഫോർമുല അറിഞ്ഞിരിക്കണം. കോസ് തീറ്റേൻ്റെ അത് നിങ്ങൾ ക്വസ്റ്റ്യൻ കോസിലായിരിക്കും, ആൻസർ സൈനിലായിരിക്കും. ഇവിടെ സൈൻ വന്നാൽ അവിടെ കോസ് അല്ല, അങ്ങനെ ഒരു ഫോർമുല ഇല്ല. മനസ്സിലായോ? ഇവിടെ കോസ് ആയിരിക്കണം. പിന്നെ ആംഗിൾസ് എല്ലാം 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നതായിരിക്കണം. കോമൺ റേഷ്യോ 2 ആയിരിക്കണം. സൈൻ 2 തീറ്റ 2 തീറ്റ 4 തീറ്റ 8 തീറ്റ ഇങ്ങനെ പോകണം. അങ്ങനെ n ടൈംസ്. അപ്പോൾ അതിൻ്റെ ഫോർമുല, അതിൻ്റെ ആൻസർ ഈസ് വാട്ട്? ദ ഫോർമുല ഈസ് സൈൻ 2n തീറ്റ ബൈ 2n സൈൻ തീറ്റ. അതോർക്ക് എളുപ്പം. സൈൻ 2n തീറ്റ, താഴെ ആ 2n പുറത്തെടുത്താൽ മതി. മുകളിൽ വരുമ്പോൾ സൈൻ 2n തീറ്റ, താഴെ വരുമ്പോൾ 2n പുറത്തെടുത്ത് എഴുതുക. സൈൻ 2n സൈൻ തീറ്റ. ഓക്കെ, സോ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഏറ്റവും ചെറിയ ആംഗിൾ തീറ്റയാണ്, ഏറ്റവും വലുത് ഇതാണ്. ഇതേപോലെയാണ് ഈ ക്വസ്റ്റ്യൻ, പക്ഷെ ഇതിലൊരു ഏറ്റവും ചെറുത് ഇതാണ്. സൈൻ പൈ ബൈ 2/10 അല്ലേ ചെറുത്? സൈൻ പൈ ബൈ 2 നിങ്ങൾ ഇതെടുക്കരുത്, ഇത് തീറ്റ എന്ന് എടുക്കരുത്, ഇതാണ് തീറ്റ. ഓക്കെ, ഇത് എത്ര പ്രാവശ്യം ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഇതാണ് തീറ്റ, ഏറ്റവും ചെറുത് ഇതാണ്. സൈൻ പൈ ബൈ 2/10 തുടങ്ങണം. അടുത്തത് പൈ ബൈ 2/9. 2 വീതം മൾട്ടിപ്ലൈ ചെയ്ത് പോകണം. അല്ലാതെ ഇവിടെ നിങ്ങൾ തീറ്റ പൈ ബൈ 2² എടുക്കാൻ പാടില്ല. ഏറ്റവും ചെറിയ ആംഗിൾ തീറ്റയായിട്ട് ചൂസ് ചെയ്യണം. അതാണ്, അവിടെയാണ് ഇമ്പോർട്ടൻറ്റ്. ക്വസ്റ്റ്യൻ നമ്മൾ തിരിച്ചു തരും, അത് നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടി തരുന്നതാണ്. മനസ്സിലായി? അപ്പോൾ നമ്മൾ നോക്കണം ഏറ്റവും ചെറുതിനകത്ത് ഏതാണ്? പൈ ബൈ 2/10 അതായിരിക്കണം. പിന്നെ ഇങ്ങനെ പോകും. എത്ര എണ്ണം ഉണ്ട് ഇവിടെ നോക്കി? 2 മുതൽ 10 വരെ. 2 മുതൽ 10 വരെ എത്ര? 9 എണ്ണം ഉണ്ട് അല്ലേ? 9 ടൈംസ്. 2 മുതൽ 10 വരെയാണ്. 2 മുതൽ 10 വരെ, 1 മുതൽ 10 വരെ 10 എണ്ണമാണ്. അപ്പോൾ 2 മുതൽ 10 വരെ എത്ര? 9 എണ്ണം അല്ലേ? 1 മുതൽ 10 വരെ 10 എണ്ണമാണ്. അപ്പോൾ 2 മുതൽ 10 വരെ എത്ര? 9 എണ്ണം. അതാണ് 9 ടൈംസ്. അപ്പോൾ ഈ ഫോർമുലയെ നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് വരും? സൈൻ 2/9 തീറ്റ. തീറ്റ എത്ര? പൈ ബൈ 2/10 ഡിവൈഡഡ് ബൈ ഈ 2/9 പുറത്തെടുക്കുക. 2/9 ഇൻറ്റു സൈൻ പൈ ബൈ 2/10. ഓക്കെ, 2/9 പുറത്തെടുക്കുക. 2/9 കട്ടായി പോകും. ബാക്കി എത്ര വരും? 1 ബാക്കി വരും അല്ലേ? പൈ ബൈ 2 എന്ന് വരും. 2/10 2/9 കട്ടായി പോകും, പൈ ബൈ 2 വരും. ബാക്കി ഇവിടെ 2/9. ഇവിടെ ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ, ഈ സാധനം കൂടെ ഉണ്ട്, ഇൻറ്റു സൈൻ. അപ്പോൾ നമുക്കിവിടെ എഴുതാം ഇൻറ്റു സൈൻ പൈ ബൈ 2/10 ഇൻറ്റു സൈൻ പൈ ബൈ 2/10 ഡിവൈഡഡ് ബൈ 2/9 സൈൻ പൈ ബൈ 2/10. ശരിയല്ലേ? അപ്പോൾ ഇത് രണ്ടും കട്ടായി പോവും, ഇത് രണ്ടും കട്ടായി പോവും, അത് രണ്ടും കട്ടായി പോവും. ഓക്കെ, കാരണം അപ്പോൾ നിങ്ങൾ ഓർത്തോണം, ഇത് സെപ്പറേറ്റ് തന്നിരിക്കുകയാണ്. ഇത്രയും ആൻസറാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. പിന്നെ ഇതുകൂടെ വരും, ഇത് കട്ടായി പോയി. ബാക്കി എത്ര വരും? സൈൻ 90. സൈൻ പൈ ബൈ 2 ഈസ് വാട്ട്? സൈൻ 90. സൈൻ 90 ഈസ് 1 ബൈ ഇവിടെ എത്രയാണ്? 2/9 എത്രയാ? 512. So 1/512 is the answer. Option A is the answer to this question. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി ഒരു വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ഫോർമുല അറിയാവുന്നവർക്ക് ഡയറക്റ്റ് ഫോർമുല ആപ്ലിക്കേഷനാണ്. അത് വേറെ അതിനകത്ത് കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല. അപ്പോൾ ഈ ഫോർമുല അറിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അണ്ടർസ്റ്റുഡ്? സോ ദാറ്റ് ഈസ് എ മെത്തേഡ്. ക്ലിയർ? യെസ്. സോ ലെറ്റ് us go to the next question. ഇതും നമ്മളിപ്പോൾ പറഞ്ഞ പോലെയുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഏത് ഫോർമുല? നമ്മളിപ്പോൾ പറഞ്ഞ ഫോർമുലയാണ്. കോസ് തീറ്റ ഇൻറ്റു കോസ് 2 തീറ്റ ഇൻറ്റു എക്സെട്ര കോസ് 2n-1 തീറ്റ is equal to sin 2n theta by 2n sin theta. ഓക്കെ, സോ അതേപോലെ അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും ചെറിയ ആംഗിൾ ഏതാണ്? അവിടെ ഏറ്റവും ചെറിയ ആംഗിൾ ഈസ് ദ സ്മോളസ്റ്റ് ആംഗിൾ ഈസ് വാട്ട്? പൈ ബൈ 33.
ദെൻ രണ്ട് വീതം മൾട്ടിപ്ലൈ ചെയ്ത് പോകണം അല്ലേ. ദിസ് ഈസ് തീറ്റ, ദിസ് ഈസ് 2 തീറ്റ അല്ലേ. 2π/33, 4π/33, 8π/33, 16π/33. ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ അവിടെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 5 എണ്ണം ഉണ്ട്. അപ്പോൾ n ഈസ് ഈക്വൽ ടു 5 ആണ്. 5 ടൈംസ് ദിസ് ഈസ് 5 ടൈംസ്. അപ്പോൾ നമ്മൾ ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? സൈൻ 2⁵ തീറ്റ. വാട്ട് ഈസ് തീറ്റ? π/33 ഡിവൈഡ് ബൈ 2⁵ ഇൻറ്റു സൈൻ π/33. Okay, so 2⁵, you know it is 32. Sin 32 into π/33 divided by 32 into sin π/33. ഈ 32π/33 അതായത് 32 പൈയും പ്ലസ് പൈയുടെ ആഡ് ചെയ്താൽ 33 പൈ കിട്ടും. 32 പൈ പ്ലസ് പൈ ഇസ് 33 പൈ ആണ്. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ എഴുതാം, സൈൻ π-32 π/33 എന്ന് എഴുതാം. Sin pi minus, sorry, let us write like this. Let us write it as sin pi minus π/33 എന്ന് എഴുതാം. Divided by 32 sin π/33. കാരണം എന്താ? ഇവിടെ എൽ സി എം എടുക്കുമ്പോൾ എത്ര വരും? 33 പൈ മൈനസ് പൈ 32 π/33 വരും. അപ്പോൾ പൈ മൈനസ് π/33, പൈ മൈനസ് π/33 ഇസ് ഈക്വൽ ടു വാട്ട്? 32 π/33. സോ ദിസ് ഈസ് ഈക്വൽ ടു സൈൻ, ദിസ് ഈസ് സൈൻ പൈ മൈനസ് തീറ്റ. വാട്ട് ഈസ് സൈൻ പൈ മൈനസ് തീറ്റ? ദിസ് ഈസ് സൈൻ പൈ മൈനസ് തീറ്റ. വാട്ട് ഈസ് സൈൻ പൈ മൈനസ് തീറ്റ? സൈൻ തീറ്റയാണ് അല്ലേ. സൈൻ പൈ മൈനസ് തീറ്റ സൈൻ തീറ്റയാണ്. സോ സൈൻ π/33 divided by 32 sin π/33. This is cancelled. You will get 1/32. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇവിടെ ഒരു 96 കൂടിയുണ്ട്, അത് മറന്നു പോകരുത്. ഇൻറ്റു 96 വരും. അപ്പോൾ ഇവിടെ കൂടെ ഒരു ഇൻറ്റു 96 വരും അല്ലേ. ഇൻറ്റു 96. ദിസ് ഈസ് ക്യാൻസൽഡ് ആൻഡ് യു വിൽ ഗെറ്റ് വാട്ട്? The answer is 3. Option A is the answer. Option A is the answer to this question. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അതേ ഫോമിൽ വരുന്ന ക്വസ്റ്റ്യൻ, അത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മിക്കവാറും വർഷങ്ങളിൽ ചോദിക്കാറുണ്ട് ഈ ടൈപ്പിലുള്ള. ഓക്കെ, ചെറിയ ചെറിയ വ്യത്യാസത്തോടുകൂടി. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ദിസ് question is. Very simple question. You have to look at this formula. You have to by heart this formula. Okay, then that will be C. Okay.